നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം? നിങ്ങൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വൈദ്യുതി ഇല്ലാതെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞൊരു കാലം നമുക്കുണ്ടായിരുന്നു. വീരക്കാട്ടിപ്പിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുടിച്ച് പുഴയിൽ കുളിച്ച് കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയിരുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. 1-2 ജോഡി വസ്ത്രം മാത്രമേ സ്വന്തമായിട്ട് കാണൂ. പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ തമാശ പറയുന്ന പോലെ തോന്നും. പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കൊന്നും അത് മറക്കാൻ കഴിയില്ല. ഓരോ സൗകര്യവും ആദ്യം ആഡംബരവും പിന്നീട് അത് നമ്മുടെ അത്യാവശ്യവുമായി മാറും. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും AC-യും വില കൂടിയ ആഡംബര കാറുമൊക്കെ ഇതിന് വലിയ ഉദാഹരണമാണ്. ഒരിക്കലും ഇതൊക്കെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക്, ദരിദ്ര ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക വലിയ പ്രയാസമാണ്. പ്രശസ്ത എഴുത്തുകാരൻ യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ലക്ഷറി ബിക്കംസ് നെസസിറ്റി. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഉണ്ടാകും. നമ്മൾ ആഡംബരത്തിൻ്റെ നടുവിൽ ജീവിച്ച് ഇങ്ങനെ വളർന്നാൽ, അപ്പോൾ ഉയരത്തിൽ ഇരിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് പോകാം. അപ്പോഴത്തേക്ക് നമ്മൾ ലളിതമായി ജീവിച്ച കാലമൊക്കെ മറക്കും. നമുക്കെല്ലാം അത്യാവശ്യമായി മാറും. ആഡംബരമൊക്കെ നമ്മുടെ ഒരു ആവശ്യകതയായി മാറും. എന്നാൽ ഒരിക്കൽ നമുക്കൊരു വലിയ വീഴ്ചയുണ്ടായി. ജീവിതത്തിൽ താഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഈ ദരിദ്രനാരായണനായി അല്ലെങ്കിൽ നാരായണിയായി കഴിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള ആർഭാടമൊന്നും കിട്ടുന്നില്ല. വല്ലാണ്ട് ടെൻഷനാവും, വലിയ രീതിയിൽ നമ്മൾ നിരാശപ്പെടും. അതുകൊണ്ട് നമുക്കിന്ന് പറയാനുള്ളൊരു കാര്യം, എത്ര ഉയരങ്ങളെത്തിയാലും വളരെ മിതമായ കാര്യങ്ങൾ ജീവിച്ചു പോവുക. അപ്പം നമുക്കൊരു താഴ്ചയുണ്ടായാലും ഈ ലളിതമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, നിരാശ ഉണ്ടാവില്ല. ശ്രദ്ധിച്ചോളുക. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സുഭാഷിതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.